ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പവിത്രം സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണേ, എങ്കിലും ഞാനിടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം കാണിക്കുന്നത് തരുൺ അയ്യറും ഭാര്യയും കൂടെ ഷോപ്പിങ്ങിന് പോകുന്നു. തരുൺ അയ്യർ ഡൽഹി സിറ്റി കമ്മീഷണറാണ്. ഭാര്യ രാധിക ഗർഭിണിയുമാണ്. അവിടെ വെച്ച് തരുണിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർ ഇവരെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് കണ്ടിട്ട് രാധിക പിണങ്ങുന്നു. നമുക്കൊരു ഫ്രീഡം ഇല്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് പോകാൻ പോലും പറ്റുന്നില്ല, ഷോപ്പിംഗ് ചെയ്യുന്നത് ഭർത്താവിൻ്റെ കൂടല്ലേ എന്നൊക്കെ പറയുമ്പോൾ തരുൺ അയ്യർ കൂടെ ഉള്ളവരെ പറഞ്ഞു വിടുന്നു. അവിടെ വെച്ച് അവരൊരു കടയിൽ കയറി ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വസ്ത്രവും കളിപ്പാട്ടങ്ങളുമൊക്കെ വാങ്ങുമ്പോഴാണ് തരുൺ അയ്യർ അത് ശ്രദ്ധിക്കുന്നത്. അവരെ ആരോ ഫോളോ ചെയ്യുന്നു. അങ്ങനെ തരുൺ അയ്യർ ഭാര്യയെ സുരക്ഷിതയാക്കാൻ വേണ്ടി അടുത്തുള്ളൊരു കടയിൽ അവരുടെ കണ്ണ് വെട്ടിച്ച് കയറിയിട്ട് അവരോട് പറയുന്നു, ഈ ഷട്ടർ ഞാൻ കുറച്ച് നേരത്തേക്ക് ഇടുകയാണ്, എൻ്റെ ഭാര്യയെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് പുറത്തു വന്ന് അവിടെ വലിയൊരു ഫൈറ്റ് ആ ഗുണ്ടകളുമായിട്ട് നടക്കുന്നു. അങ്ങനെ രാധിക കുറച്ച് നേരം കഴിഞ്ഞ് ടെൻഷൻ അടിച്ച് പുറത്തു വരുമ്പോൾ ഗുണ്ടകളുമായി അടിയുണ്ടാക്കുന്ന ഭർത്താവിനെയാണ് കാണുന്നത്. പേടിച്ച ഭാര്യ രാധിക അടി കൂടുന്നതൊക്കെ കണ്ട് തല കറങ്ങി വീഴുന്നു. അത് കാണുന്ന ഭർത്താവ് തരുൺ അയ്യർ ഭാര്യയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പിന്നെ ഇതാ റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടേക്ക് വേദ വരുന്നു. ഇവിടെ ഉള്ളവരെയെല്ലാം പേടിച്ച് ഒളിത്താവളമാക്കി തിരഞ്ഞെടുക്കുന്നത് ഡൽഹിയാണ്. വേദ സുഹൃത്തായ ശ്രേയയുടെ കൂടെയാണ് താമസിക്കാൻ എത്തുന്നത്. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരും അറിയാതെ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറിയത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആദ്യം കണ്ട ട്രെയിൻ ഡൽഹിയിലേക്കാണ്. തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ശ്രേയയോട് പറയുന്നു. ഒരു ജോലി കിട്ടി നല്ല രീതിക്ക് കുഞ്ഞിനെ പ്രസവിക്കണം, വിക്രം ജയിലിൽ നിന്നിറങ്ങുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് വേണം പോകാൻ എന്നൊക്കെ വേദ ശ്രേയയോട് പറയുന്നു. ശ്രേയ ചോദിക്കുന്നു, നിൻ്റെ അച്ഛൻ ജില്ലാ ജഡ്ജിയായിട്ട് നിനക്ക് ഈ അവസ്ഥയാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ വേദ പറയുന്നു, കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത് സഹോദരനാണ് ശ്രേയ, ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ കുഞ്ഞിനെ വെച്ച് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ. മറുഭാഗത്ത് ജയിലിൽ വിക്രമിനെ കാണിക്കുന്നു. വേദ ഡൽഹിയിൽ കൂട്ടുകാരിയോടൊപ്പം ജോലിക്ക് വേണ്ടി ഓരോ വക്കീൽ ഓഫീസുകൾ കയറി നടക്കുന്നു. പക്ഷെ ജോലിയൊന്നും വക്കീൽ ഓഫീസിൽ ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു കോൾ സെൻറ്ററിൽ കയറുന്നു. ജയിലിലേക്ക് എത്തുന്ന വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും നാളത്തെ വിധി നിനക്ക് അനുകൂലമാണെന്ന് വിക്രത്തിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. എങ്കിലും സെക്ഷൻ കോടതിയിൽ നടക്കുന്ന ചന്ദ്രശേഖർ കൊലപാതകത്തിൻ്റെ വിധി വിക്രത്തിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നു. വേദിയും സുഹൃത്തും കൂടി ഒരു ദിവസം പാർക്കിലിരിക്കുന്ന സമയത്ത് സൈഡിലായി മലയാളി വ്ലോഗറായ 3 പെൺകുട്ടികൾ വീഡിയോ എടുക്കുകയായിരുന്നു. അത് നോക്കി വേദിയും സുഹൃത്തും തിരിച്ചു പോരുന്നു. പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അമ്മ വളരെ ഇമോഷണലായിട്ട് വിക്രത്തിനെ പറ്റിയും വേദയെ പറ്റിയും ഒക്കെ പറയുന്നു. അച്ഛനമ്മയ്ക്ക് മരുന്നുകൾ കൊടുത്ത് കിടക്കുക എന്ന് പറയുമ്പോഴേക്കും മാഷ് കിടക്കുന്നില്ലേ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ കിടക്കുന്നില്ല, എനിക്ക് ട്യൂഷൻ കുട്ടികളുടെ പേപ്പർ നോക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാഷ് തിരിയുന്ന സമയം ഭാര്യ പറയുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ വിക്രം വേണം എൻ്റെ ചിത കത്തിക്കാൻ, വേദ വന്നിട്ട് ചിതാഭസ്മം ഒഴുക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇമോഷണലായി കരയുന്നു. മറുഭാഗത്ത് ശ്രീകാന്തിനെ ചന്ദ്രശേഖരൻ്റെ മകൻ ഫോണിൽ വിളിക്കുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ ഞാനൊരു റീല് കണ്ടു, എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ റീലാണ്, ഡൽഹിയിൽ വെച്ചെടുത്തതാണ്, ഞാനത് അയച്ചിട്ടുണ്ട്, നോക്ക്, എൻ്റെ അച്ഛനെ കൊന്ന ആളെ ഞാൻ അതിൽ കണ്ടു എന്ന് പറയുന്നു. ശ്രീകാന്ത് ഇത് നോക്കുമ്പോൾ അവിടെ വേദയെയാണ് കാണുന്നത്. അങ്ങനെ വേദ ഡൽഹിയിലാണ് എന്ന് ശ്രീകാന്തിന് മനസ്സിലാകുന്നു. അങ്ങനെ ഒളിത്താവളം പിടിക്കപ്പെടുന്നു. മറുഭാഗത്ത് വേദിയും സുഹൃത്തും കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ എപ്പിസോഡ് 1 ഇവിടെ തീരുന്നു.